ബിസിനസ് സൌഹൃദ റാങ്കിങ്ങിൽ കേരളം ഒന്നാമതെന്ന മന്ത്രി പി രാജീവിന്റെ വാദം തള്ളി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ബിസിനസ് സൌഹൃദ റാങ്കിംഗ് ഇല്ലെന്നും റാങ്കിംഗ് സംവിധാനം നേരത്തെ നിർത്തലാക്കിയതാണെന്നും മന്ത്രി മനോരമ ന്യൂസിനോട് പറഞ്ഞു. സിൽവർ ലൈനിൽ സംസ്ഥാനവുമായി ആശയവിനിമയം തുടരുമെന്നും കേന്ദ്രമന്ത്രി മനോരമ ന്യൂസിനോട് പറഞ്ഞു. You mentioned about Silver Line. So, what is Centre's stand on that issue? We have always been in dialogue with the state government. Even now, the railways have sought certain clarifications, like converting it to a broad gauge instead of a narrow gauge. We have asked them to install Kavach. So, railways and the state government are working together to see the final contours and to see that there is a consensus amongst the people of Kerala. The land would be available, and that process is going on. So, these are various initiatives that are under consideration. Ease of doing business ranking is also in discussion. Whether is it First of all, let me clarify, and I've said this to your colleagues here. We do not anymore rank states as 1, 2, 3. We encourage all states to participate, to improve their processes and make it easier for people to do business. പി ബി അനൂപാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുക. അനൂപ, ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ പരാമർശം സർക്കാരിന് ഒരു ആശ്വാസമാണെങ്കിലും ഈ ബിസിനസ് സൌഹൃദ റാങ്കിങ്ങിലെ മന്ത്രിയുടെ വാക്കുകൾ അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്, പ്രത്യേകിച്ചും രാജീവിനെ സംബന്ധിച്ച്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിൽവർ ലൈൻ ഇന്നത്തെ ഇപ്പോൾ എനിക്ക് പിറകിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ് കേരള എന്ന് പറയുന്ന നിക്ഷേപ സംഗമ പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ചാണ് സിൽവർ ലൈനിന്റെ ചർച്ചകൾക്ക് ഒരു പുതുജീവൻ നൽകിക്കൊണ്ടുള്ള ഒരു പരാമർശം പീയൂഷ് ഗോയൽ കേന്ദ്രമന്ത്രി പറഞ്ഞത്. അതായത് സിൽവർ ലൈൻ എന്ന് പറയുന്ന പദ്ധതി ഒരു അർദ്ധ അതിവേഗ പാത, അത് കേരളത്തിന്റെ ഒരറ്റത്തു നിന്നും മറ്ററ്റത്തേക്കുള്ള യാത്രാ ദൈർഘ്യത്തിന്റെ സമയം വലിയ തോതിൽ കുറയ്ക്കുന്നതാണ് എന്ന് കേരളവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ പരാമർശിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു പോയിരുന്നു. അതൊരു പോസിറ്റീവായുള്ള ഒരു പ്രതികരണമായിരുന്നു. ഒരു പക്ഷേ നിരന്തരം BJPയുടെ നേതൃത്വത്തിൽ ഭാഗത്തു നിന്നും സിൽവർ ലൈനെതിരായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിച്ചു വരുന്നതിനിടയിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു അനുകൂല സൂചന, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു അനുകൂല സൂചന എന്ന നിലയിലാണ് ഒരുപക്ഷെ ആദ്യമായിട്ട് തന്നെ അങ്ങനെ വിലയിരുത്താവുന്ന ഒരു പ്രതികരണമായിരുന്നു ഇന്നത്തെ പ്രസംഗത്തിൽ പീയൂഷ് ഗോയൽ നടത്തുന്നത്. അതിനുശേഷമാണ് മനോരമ ന്യൂസ് അദ്ദേഹത്തോട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത തേടിയത്. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം, ഈ ഒരു പദ്ധതി പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരുമായിട്ട് ആശയവിനിമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നാരോ ഗേജിന് പകരം ബ്രോഡ് ഗേജ് ആക്കുന്നതും അതോടൊപ്പം തന്നെ ഈ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു സമവായത്തിനുള്ള നീക്കം നടക്കുന്നു. ചില വിഷയങ്ങളിൽ റെയിൽവേ മന്ത്രാലയം ഒരു വ്യക്തത തേടിയിട്ടുണ്ട്. അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നാരോ ഗേജ് ബ്രോഡ് ഗേജ് ആക്കുന്ന കാര്യം, അതോടൊപ്പം ഈ റെയിൽവേ കോച്ചുകളുടെ സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ റെയിൽവേ മന്ത്രാലയം വിശദീകരണം തേടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തത തേടിയിട്ടുണ്ട്. അക്കാര്യത്തിൽ വ്യക്തത ലഭിച്ചാലുടൻ അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകും എന്നൊരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. രണ്ടാമത്തേത്, ഒരുപക്ഷെ ഈ ഇൻവെസ്റ്റ് കേരള സമ്മിറ്റ് നടക്കുന്നതിന് മുൻപ് ഏറ്റവും അധികം ചർച്ചയായുള്ള ഒരു വിഷയമായിരുന്നു കേരളത്തിന്റെ ബിസിനസ് സൗഹൃദ റാങ്കിങ്ങുമായി ബന്ധപ്പെട്ടത്. കേരളം ബിസിനസ് സൗഹൃദ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്താണ് എന്ന ഒരു വാദം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുകയും എന്നാൽ അത്തരത്തിലുള്ള ഒരു റാങ്കിങ്ങും ഇല്ല എന്നൊരു പ്രതികരണം പ്രതിപക്ഷം, അതായത് പ്രത്യേകിച്ച് മാത്യു കുഴൽനാടൻ MLA അടക്കമുള്ളവർ നടത്തുകയും ചെയ്തു. ഇക്കാര്യത്തിലാണ് ഇത്തരത്തിൽ റാങ്കിംഗ് നടത്തുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വാണിജ്യ മന്ത്രാലയമാണ്. വാണിജ്യ മന്ത്രിയായ പീയൂഷ് ഗോയലാണ് അതിന്റെ ചുമതല. അദ്ദേഹമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും ആധികാരികമായിട്ട് സംസാരിക്കേണ്ടത്. അദ്ദേഹമാണ് മനോരമ ന്യൂസിലൂടെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുള്ളത്. അതായത് നിലവിൽ ബിസിനസ് റാങ്കിംഗ്, അതായത് ബിസിനസ് സൗഹൃദ പട്ടിക, അത് ഓരോ സംസ്ഥാനങ്ങൾക്കും 1, 2, 3 എന്ന തരത്തിലുള്ള റാങ്കിംഗ് നൽകുന്ന ഒരു വ്യവസ്ഥ നിലവിലില്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നു. എന്നാൽ സംസ്ഥാനങ്ങളിലെ ഒരു ബിസിനസ് സൗഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ചില മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങളിൽ മുന്നോട്ട് വരുന്ന സംസ്ഥാനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഒരു പരിഗണന നൽകുന്നുണ്ട്. അത് ഈ ബിസിനസ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാർ നയത്തിന്റെ ഭാഗമാണ് എന്നാണ് അദ്ദേഹം കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഇതിനോട് പകുതി ചേർന്ന് നിൽക്കുന്ന തരത്തിലാണ് വിവാദങ്ങൾക്ക് ഏറ്റവും ഒടുവിൽ വ്യവസായ മന്ത്രി പി രാജീവ് പ്രതികരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ബിസിനസ് സൗഹൃദ റാങ്കിംഗ് എന്ന് പറയുമ്പോൾ നിലവിൽ ഇപ്പോൾ അത്തരത്തിലുള്ള റാങ്കിംഗ് ഉള്ളത് ബിസിനസ് സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 5 തരത്തിലുള്ള തരംതിരിവുകളുണ്ട്. അതായത് ഏറ്റവും മോശം അവസ്ഥയിലുള്ളത്, മെച്ചപ്പെടുത്തേണ്ടത്, കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങളുള്ളത്, ഏറ്റവും ടോപ്പ് അച്ചീവേഴ്സ് എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ സംസ്ഥാനങ്ങൾ, അങ്ങനെ ഒരു 5 റാങ്കിംഗ്, 5 കാറ്റഗറി ഉണ്ട്. അതിൽ ടോപ്പ് അച്ചീവേഴ്സ് എന്ന് പറയുന്ന ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ചില മാനദണ്ഡങ്ങൾ, അതായത് 9 പോയിന്റുകൾ ഏറ്റവും കൂടുതൽ നേടിയിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ റാങ്കിംഗ് എന്ന നിലയിൽ പരിഗണിക്കാവുന്നതാണ് എന്ന ഒരു നിലപാടാണ് പി രാജീവ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് സൗഹൃദ സംസ്ഥാനം എന്ന തരത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പട്ടിക തിരിച്ച് ഒരു റാങ്കിംഗ് ഇല്ല എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ ഇപ്പോൾ വ്യവസായ മന്ത്രി ഇപ്പോൾ പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് സാഹചര്യം. പി ബി അനൂപാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.
ഇൻവെസ്റ്റ് കേരള സമ്മിറ്റ് ബഹിഷ്കരിക്കാൻ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മനോരമ ന്യൂസിനോട്. ബഹിഷ്കരിക്കാൻ പറ്റില്ല എന്ന് താൻ നിലപാടെടുത്തു. കേരളത്തിൽ വ്യവസായം വേണമെന്നും അതിനുള്ള സംസ്കാരത്തിനാണ് തുടക്കം കുറിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നല്ലോ എല്ലാവരും ഇതിൽ നടന്നു. നമ്മൾ ഇതുവരെ പരമ്പരാഗതമായിട്ട് സാധാരണ പ്രതിപക്ഷം ചെയ്യുന്ന എന്താ, ഇത് ബഹിഷ്കരിക്കും. കഴിഞ്ഞ ജിമ്മെല്ലാം ബഹിഷ്കരിച്ചു പോയി. നമുക്കും അങ്ങനെ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നോ, കേരളം വ്യവസായ സൗഹൃദമാക്കണം, കേരളത്തിൽ വ്യവസായ സംരംഭങ്ങൾ വരണം. അത് ഗവൺമെന്റ് അതിന് മുൻകൈ എടുത്താൽ നമ്മളതിന് പിന്തുണ കൊടുക്കും. കേരളത്തിൽ വരട്ടെ, നമ്മുടെ കുട്ടികൾ പുറത്തോട്ട് പോകല്ലേ എല്ലാവരും, അവരിവിടെ നിൽക്കാൻ ആവശ്യമായ സംരംഭങ്ങൾ കൊണ്ടുവരട്ടെ. അപ്പോൾ അതിനൊരു ഒരു പുതിയ സംസ്കാരത്തിനാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. കേരളത്തിന്റെ കാര്യത്തിന് നമ്മൾ ഒരുമിച്ച് നിൽക്കും. കേരളത്തിന്റെ വ്യവസായ വികസനത്തിന്, സംരംഭങ്ങൾ വരുന്നതിന്, കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കും. എല്ലാ സപ്പോർട്ടും ഗവൺമെന്റിന് കൊടുക്കും. പിന്നെ സുതാര്യമല്ലാത്ത കാര്യങ്ങൾ വന്നാൽ അപ്പം നമ്മൾ ചോദ്യം ചെയ്യും. അത് നമ്മുടെ ജോലിയാണല്ലോ, നമ്മളെ ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ്. തെറ്റായ കാര്യങ്ങൾ വന്നാൽ നമ്മളത് പറയാതെ കറക്റ്റ് ചെയ്യട്ടെ അവര്. വേറെ കാര്യങ്ങളെ പറഞ്ഞു. ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നത് പ്രതിപക്ഷത്ത് വന്നാൽ ഈ സമീപനം അല്ല, അത് ഇതൊരു കൾച്ചറിന് തുടക്കം ഇടുകയാണ്. ആ കൾച്ചർ അവര് പ്രതിപക്ഷത്ത് വരുമ്പോഴും അവർ തുടരണമെന്നാണ് ഞാൻ പറഞ്ഞത്. സഹകരണത്തിന്റെയും ഐക്യത്തിന്റെയും പുതുമയുമായി ഇൻവെസ്റ്റ് കേരള സമ്മിറ്റിന്റെ ഉദ്ഘാടന വേദി. ഇന്നലെ വരെ പരസ്പരം ഏറ്റുമുട്ടിയിരുന്ന സംസ്ഥാന സർക്കാരും ഭരണ പ്രതിപക്ഷവും വികസനത്തിനായി കൈകോർക്കണമെന്ന നിലപാടാണ് പങ്കുവച്ചത്. കേരളത്തിൽ വന്നാൽ തിരിച്ചുപോകാൻ തോന്നാറില്ല എന്ന് പറഞ്ഞാണ് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ തുടങ്ങിയത്. പിന്നെ ഒരു രാഷ്ട്രീയ തമാശയും. The lotus has not yet bloomed in Kerala. But very soon. പിന്നാലെ വന്നു കേരളത്തിനുള്ള പരിപൂർണ പിന്തുണ. I have come to express the central government's solidarity and full support to Invest Kerala. പ്രസംഗത്തിലെ സിൽവർ ലൈൻ പരാമർശവും അപ്രതീക്ഷിതമായി. കേരളത്തിന്റെയും പിണറായി സർക്കാരുകളുടെയും എക്കാലത്തെയും സുഹൃത്തായ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും നിർലോഭം പുകഴ്ത്തി. I have an appeal to the people, the investors. Please invest in Kerala. We are with the state government and we will support by giving good infrastructure, international standard infrastructure to Kerala. That is my assurance to all of you. കൊച്ചിയിൽ നടപ്പിലാക്കിയ മെട്രോ 1 കാർഡ് പദ്ധതി മാതൃകയാണെന്നായിരുന്നു കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രി ജയൻ ചൌധരിയുടെ സാക്ഷ്യപ്പെടുത്തൽ. കേരളത്തിലെ പ്രതിപക്ഷം ഒരു മാതൃകാ ശൈലിക്ക് തുടക്കമിടുകയാണെന്ന് പറഞ്ഞാണ് വി ഡി സതീശൻ തുടങ്ങിയത്. സംസ്ഥാന വികസനത്തിനായി പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഒപ്പം ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചു. I'm happy to say that we have not conducted any hartals for the last 4 years. No hartals. My request to the government side is that when you will be in the opposition, you have to continue the same culture. നിക്ഷേപകർക്കും വിദേശ പ്രതിനിധികൾക്കും മുന്നിൽ പറഞ്ഞ ഐക്യം പുറത്തെങ്ങനെ തുടരുന്നു എന്നതാണ് ഇനി അറിയേണ്ടത്. ക്യാമറമാൻ വസീം അഹമ്മദിനൊപ്പം പ്രശാന്ത് ആർ നായർ, മനോരമ ന്യൂസ്, കൊച്ചി. ഇടവേള.